ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു വിളവെടുപ്പിനായിട്ട് പോണത് തന്നെയാണ് കേട്ടോ. നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് പോണ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾ കയറി പോകുന്നത് പോലെ തന്നെ ഇറങ്ങി വന്ന സമയത്ത് ഞാനും നമ്മുടെ മുഹമ്മദും കൂടെ നല്ലൊരു വീഴ്ചയും വീണു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പിന് സെയ്ഫാനാണ് കേട്ടോ കൂടെ പോന്നേക്കണേ, മൂന്നാമത്തെ ആളാണ് കേട്ടോ ഇത്. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ തന്നെ എല്ലാം കട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ട് തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, അതിനകത്ത് ഞാനൊരു തക്കാളിയുടെ ചെടി കാണിക്കുന്നുണ്ടായിരുന്നേ. അതിനകത്ത് എല്ലാം പച്ച കളറിലായിരുന്നു കിടന്നിരുന്നത്. ആ പച്ച കളറിൽ ഇരുന്ന തക്കാളിയെല്ലാം ദേ ഈ ഒരു കളറിൽ മാറിയിട്ടുണ്ട്, നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ തക്കാളിയൊക്കെ ചീത്തയായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി അങ്ങ് പഴുക്കാൻ നിർത്തണില്ല, എല്ലാം പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലോണം തന്നെ തക്കാളി എനിക്ക് ഉണ്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒരിക്കൽ കൃഷി ചെയ്ത സമയത്ത് എനിക്ക് തക്കാളിയൊന്നും ഉണ്ടായി കിട്ടിയിട്ടില്ല. കിട്ടിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോണ ടൈപ്പൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ തവണ എനിക്ക് ഒത്തിരി തക്കാളി ഉണ്ടായി കിട്ടിയായിരുന്നു കേട്ടോ. പക്ഷേ ചെടിക്ക് രോഗങ്ങൾ വന്ന് ചെടികൾ നശിച്ച് ഒത്തിരി പോവുകയും ചെയ്തു. അതുപോലെ തന്നെ തക്കാളിക്ക് എനിക്ക് തോന്നണു പെട്ടെന്ന് കീടങ്ങൾ ബാധിക്കണുണ്ട് കേട്ടോ. പെട്ടെന്ന് ആ ഒരു ചെടി നശിച്ചു പോവുകയും ചെയ്യും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എങ്ങനെയും രക്ഷിച്ചെടുക്കാനൊക്കെ പറ്റും. പക്ഷേ തക്കാളി അങ്ങ് വാടി കരിഞ്ഞങ്ങ് പോകും കേട്ടോ. ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പോഴും എൻ്റെ കയ്യിലുള്ള തക്കാളി ചെടികളൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് അത് നശിക്കണം, അസുഖങ്ങളൊക്കെയാണ്. ഈ ഒരു തക്കാളി ചെടി കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. നിങ്ങൾ ആ തക്കാളി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇപ്പം ഇങ്ങനെയാണ്, വെയിലായതുകൊണ്ടാണെന്ന് അറിയത്തില്ല, തക്കാളിയൊക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെ ആവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളതൊക്കെ വേഗം പറിച്ചെടുക്കുകയാണ്. കാരണം ആ ഒരു ചെടിയിൽ നിന്നിട്ട് തന്നെ ഓരോരോ അസുഖങ്ങളൊക്കെയാണ് കേട്ടോ തക്കാളിക്കൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെടിയിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചീഞ്ഞു പോകണം കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഇനി ഇതിനെക്കുറിച്ചിട്ട് ഒന്ന് ശ്രദ്ധിക്കല്ല, കുറച്ച് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് നമുക്ക് കൃഷിയുടെ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ച് ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം പഴുത്തേക്കണൊക്കെ പറിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചേക്കണേ കേട്ടോ. നോമ്പ് മാസം ആയതുകൊണ്ട് തന്നെ എനിക്ക് മുകളിലേക്ക് കയറാനും ചെടികൾ സംരക്ഷിക്കാനും ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ചിലപ്പോൾ ലേറ്റ് ആവും നമ്മൾ എണീക്കണ സമയത്ത്. കാരണം വെളുപ്പിന് എണീറ്റിട്ട് കിടന്ന് കഴിയുമ്പോൾ പിന്നെ ലേറ്റ് ആയിട്ടാണ് എണീക്കണത്. പിള്ളേർക്ക് സ്കൂളില്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വാർക്ക മുകളിൽ കയറി നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വെയിലായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് പറ്റാമെന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇറങ്ങണം. അപ്പം ഞാൻ അതിനായിട്ട് ഇറങ്ങും. പിന്നെ അത് കഴിഞ്ഞ് നോമ്പ് തുറക്കലിൻ്റെ എല്ലാം കഴിഞ്ഞ് നോമ്പ് തുറയും കഴിയുമ്പോഴേക്കും നമ്മൾ അവശതയാവും. പിന്നെ എനിക്ക് മുകളിലേക്ക് കയറാനും പറ്റണില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, നോമ്പിന് മുന്നേ വരെ ഒരു കൃത്യ റൊട്ടീനായിരുന്നു എനിക്ക്. രാവിലെ തന്നെ എണീറ്റ് നനയ്ക്കുക, അതിൻ്റെ കാര്യങ്ങൾ നോക്കുക, വൈകുന്നേരം കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മുടെ പച്ചക്കറിത്തോട്ടം നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. നോമ്പ് വന്നതിന് ശേഷം പിന്നെ എനിക്ക് അതിലോട്ട് നോക്കാൻ സാധിച്ചിട്ടില്ല, വളങ്ങളിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വളർച്ചയ്ക്കും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണം, പല പല വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മൾ വളങ്ങളൊക്കെ പരീക്ഷിക്കണ പോലെ തന്നെ അതുപോലെ വിളവും ലഭിക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ പച്ചമുളകായാലും തക്കാളി ആയാലും വഴുതനങ്ങ ആയാലും പയറായാലും എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ വളങ്ങൾ കുറഞ്ഞപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് കിട്ടണേം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കണ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് നിനക്കിതിന് എപ്പോഴാണ് സമയം കിട്ടണേന്ന് കേട്ടോ. പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടായി കിടന്ന് നമ്മളിങ്ങനെ വിളവെടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ നമ്മളത് കുറച്ച് നാളായിട്ട് അതിലോട്ട് ശ്രദ്ധിക്കാതെ ആകുമ്പോൾ പിന്നെ നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല കേട്ടോ. വീണ്ടും ഞാൻ അതിലേക്ക് സജീവമാവാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ് ഇപ്പം. നമ്മൾ മണ്ണിൽ നടുന്ന അത്രയും നമുക്ക് ഗ്രോ ബാഗിൽ നടുമ്പോൾ കിട്ടത്തില്ല കേട്ടോ. എന്നാലും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളത് എന്തായാലും കിട്ടും. അതും നമ്മൾ വിഷങ്ങളോ ഒന്നും അടിക്കാതെ നല്ല ജൈവവളം മാത്രം ഇട്ട് കിട്ടുന്ന പച്ചക്കറികളാണ് കേട്ടോ. ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും കേട്ടോ, കാരണം ഈ പുഴുക്കളൊക്കെ വന്നിട്ട് അങ്ങ് നശിപ്പിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും ഈ ജൈവവളം അടിച്ചുകൊണ്ടിരുന്നാലൊന്നും കാര്യമില്ലല്ലോ എന്ന്. പിന്നെ എന്നോട് പറയും നമുക്ക് കഴിക്കാനുള്ളതല്ലേ, അതെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കാമെന്ന് പറയും കേട്ടോ. അങ്ങനെ എനിക്ക് പറ്റാവുന്ന ജൈവവളത്തിലും അതുപോലെ തന്നെ ജൈവ കീടനാശിനികളും മാത്രമേ നമ്മളിപ്പോൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. കളി വിളവെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ
വെണ്ടയ്ക്ക വിളവെടുത്തു കേട്ടോ. വെണ്ടയ്ക്ക ഞാൻ ആദ്യം ഒരു ഹൈബ്രിഡ് വിത്ത് മേടിച്ചിട്ട് മുളപ്പിച്ചെടുത്തിട്ട് നട്ടു കേട്ടോ. പക്ഷെ അതിൽ വലിയതായിട്ട് നമുക്ക് വെണ്ടയ്ക്ക ഉണ്ടായി കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം നമുക്ക് കൃഷിഭവനിൽ നിന്ന് കുറേ വിത്തുകളും ഒക്കെ അതുപോലെ തന്നെ തൈയൊക്കെ കിട്ടി. അതുപോലെ കുടുംബശ്രീ വഴി നമുക്ക് കുറേ വിത്തുകളൊക്കെ കിട്ടി. പക്ഷെ അത് നല്ല വിത്തുകളായിരുന്നു കേട്ടോ. നമുക്ക് കുടുംബശ്രീ വഴിയൊക്കെ കിട്ടിയ വിത്തുകളൊക്കെ നല്ല അടിപൊളി വിത്തുകളായിരുന്നേ. കാരണം വെണ്ടയ്ക്കൊക്കെ അതിന് ശേഷം ഞാൻ കൃഷി ചെയ്തിട്ട് ഇഷ്ടംമാതിരി വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ചെടി നല്ല കരുത്തോടു കൂടിയായിരുന്നു വളർന്നു വന്നത്. ആ സമയത്ത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ച വെണ്ടയ്ക്കയുടെ ആ ഒരു വിത്ത് വളരെ മോശമായിരുന്നു. ആ ഒരു ഇനം വലിയ സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു വെള്ളരി പറിച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കുഞ്ഞു വെള്ളരിയും കിടക്കുന്നുണ്ടായിരുന്നു. ആ വെള്ളരി ഇപ്പം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ, പറിക്കാറായിട്ടുണ്ട്. അതുപോലെ ഞാൻ അതേ കുറച്ച് പയറൊക്കെ എന്താ പറയുക വിത്തിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ഇനമാണ് കേട്ടോ. നല്ല നീളവും മണ്ണൊക്കെ ഉണ്ടായിട്ടുള്ള പയറാണ് ഇതിലുണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ വിത്തിന് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് പറിച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ പയറൊക്കെ ഇതേ ഇതിലുണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് നല്ല വലിപ്പം തന്നെ പയറാണ് കേട്ടോ. വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു കേട്ടോ. അന്നേരം മുഹമ്മദ് എൻ്റെ കയ്യിൽ നിന്ന് ഓസ് മേടിച്ചിട്ട് അവൻ നനയ്ക്കാണ്. ഇതിൻ്റെ ഇടയിൽ അവൻ്റെ മേലും നനയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടു, പക്ഷെ ഞാൻ മിണ്ടി കൊടുത്തില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ കിട്ടുന്നതല്ലേ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെ കളിക്കുന്നുണ്ടോ അല്ലേ, മഴയത്തിറങ്ങി കളിക്കുക, വെള്ളം ഒഴിച്ച് കളിക്കുക. നമുക്കൊക്കെ ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മേത്തൊഴിക്കുകയാണെങ്കിൽ അങ്ങ് ഒഴിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ നല്ല 8ൻ്റെ പണി ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. കാരണം താഴോട്ട് ഇറങ്ങിയ സമയത്ത് ഇവനാണ് ഫ്രണ്ടിൽ ഇറങ്ങിയത്. ആ വെള്ളം മുഴുവനും ആ ഒരു കമ്പിയിലേക്ക് വീണു കേട്ടോ. എന്നിട്ട് ഞാനാണ് അതിൻ്റെ പുറകിൽ ഇറങ്ങിയത്. ഞാനാണെങ്കിൽ എൻ്റെ ചെറുക്കൻ്റെ ചെരുപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്ലിപ്പാവണ ടൈപ്പ് ചെരുപ്പ്. പിന്നെ എൻ്റെ കയ്യിലോട്ട് ഞാൻ ആ ഒരു എന്താ പറയുക തക്കാളിയും സാധനങ്ങളൊക്കെ ആ ഒരു ബാസ്ക്കറ്റ് ഞാൻ മേടിച്ച് പിടിച്ചു. അപ്പോൾ ഒരു കയ്യിൽ ബാസ്ക്കറ്റും ഒരു കയ്യിൽ ഫോണും ഈ ഒരു വെള്ളവും എല്ലാം കൂടി ആയപ്പോൾ ദേ കിടക്കണം. ഞാനും കൊച്ചും കൂടി താഴോട്ട് ഊർന്നങ്ങ് പോയിട്ടാ. പിന്നെ ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.